കുണ്ടച്ചോന് നിനക്കുള്ള പണി മൊത്തം ഞാൻ തരടാ. നീ എന്റെ കൂടെ കളിച്ച ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് ഓരോരുത്തരും എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലായിടത്തും ഞാൻ പണി കൊടുത്തു. ഇനി അടുത്ത നീ കൂടെ ഇപ്പൊ ഡൽഹിയിൽ പോവുകയാണ്. ഡൽഹിയിൽ നിന്ന് തജിക്കിസ്ഥാനിലേക്ക് പോവുകയാണ്. അപ്പൊ തജിക്കിസ്ഥാനിൽ പോയിട്ട് അവിടെ എഗ്രിമെന്റ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. എന്തുവാടേ ഇത്? ഈ ഒരു വാച്ച് എന്റെ ടൈം നോക്കാനും മറ്റേ വാച്ച് ശത്രുവിന്റെ സമയം കുറിക്കാനും എന്ന് പറഞ്ഞ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? രാവണ യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റർ. അതിലിപ്പോൾ ഡോക്ടറെ ഒരു വാച്ച് ഓടുന്നില്ല എന്നുള്ളതാണ്. ശത്രുവിന്റെ ടൈം നന്നായിട്ട് ഓടുന്നുണ്ട്, താങ്കളുടെ ടൈം ആ വാച്ച് ചത്തുപോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ദിവസങ്ങൾ കഴിയും തോറും ഈ പറയും പോലെ പല 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 ആൾക്കാർ തിരിച്ചു ഇങ്ങനെ രംഗത്തോട്ട് വരുന്നുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് പൊടിയിലെ ഒരു ഫ്രണ്ട്. ഓക്കെ, പുള്ളിയുടെ പേര് വന്നിട്ട് മുഹമ്മദ് ഷഷാദ്. ഈ പുള്ളിയെ മോഡലാണ്, ഫുട്ബോളറാണ്, ഒക്കെയാണ്. പുള്ളി കുറെ സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. പുള്ളിയിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചതും ഈ പറയുന്ന പുള്ളിക്ക് പറഞ്ഞ അവധികളും അവസാനം പുള്ളിയെ തള്ളക്കി വിളിക്കുന്ന നല്ല പൂരത്തെറി, നല്ല പുഴുത്ത തെറി വിളിക്കുന്നതും ഈ പുള്ളിയെ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ ആയിട്ടുള്ള ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇന്നലെ എന്താണ് ഈ പ്രസ് മീറ്റ് നടന്ന സമയത്ത് ഒരു കെട്ട് ഒന്നല്ല ഒരു 4 കെട്ട് ഈ പറയുന്ന ഫോട്ടോസ്റ്റാറ്റുമായിട്ട് റോബിൻ അവരുടെ പ്രസ് മീറ്റ് നടക്കുന്നിടത്തേക്ക് പോയി. അവിടെ പോയപ്പോൾ അവരവിടെ ഇല്ലായിരുന്നു. ഇവർ പതുക്കെ റോബിനെ പറ്റിച്ചുകൊണ്ട് മറ്റെടുത്ത് പോയി പ്രസ് മീറ്റ് നടത്തി എന്നുള്ളതാണ്. അപ്പോൾ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് ചോദിക്കുന്നു, എന്തുകൊണ്ട് അവർ ചെന്നപ്പോൾ അവരവിടെ നിന്ന് മുങ്ങി, എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ അവർ പോകുന്നില്ല എന്ന് ചോദിക്കുന്നവരോട് ഞാനൊരു കാര്യം പറയട്ടെ. ഒരാൾ പ്രസ് മീറ്റ് നടത്തുമ്പോൾ ഈ എതിർകക്ഷി നിൽക്കുന്ന ഈ പുള്ളി എന്തിനാ പോയത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തിനു പോയി? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ഒരാളെ കുറിച്ച് ഒരു പ്രസ് മീറ്റ് നടത്തുമ്പോൾ അവിടെ പോയി അവിടെ മറ്റു കക്ഷി വന്ന് നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് പോയത് മറ്റൊന്നിനുമല്ല, അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും ഇത് അവിടെ ചെന്ന് കൊളാക്കാൻ വേണ്ടി പോയതാണ് എന്നുള്ളത്. അത് ആർക്കും മനസ്സിലാവും. ഇനി താങ്കൾക്ക് അങ്ങനെ വിശദീകരിക്കണമെങ്കിൽ താങ്കൾ എന്ത് ചെയ്യണം? അവരുടെ പ്രസ് മീറ്റ് കഴിഞ്ഞതിന് ശേഷം അത് താങ്കളുടെ രേഖ എടുത്ത് വെച്ച് താങ്കളൊരു വീഡിയോ ചെയ്യൂ, അല്ലെങ്കിൽ മീഡിയ പോയി കണ്ട് മീഡിയക്ക് കൊടുക്കൂ. അതല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ ഒരാൾ പ്രസ് മീറ്റ് നടത്തുമ്പോൾ അവിടെ പോയി രേഖകളും പൊക്കിപ്പിടിക്കണമെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാകുമോ ഇല്ലേ? അവിടെ കലിപ്പുണ്ടാകും. ആ പ്രസ് മീറ്റ് വളരെ സുതാര്യമായിട്ട് നടക്കുമെന്ന് തോന്നുന്നു ഇല്ല, അവിടെ പ്രശ്നമുണ്ടാകും. അപ്പൊ ആ സമയത്ത് തള്ളിക്കയറി പോകേണ്ട ആവശ്യമുണ്ട്. താങ്കൾ ഒരു പ്രസ് മീറ്റ് നടത്തിയപ്പോൾ ഇവരാരെങ്കിലും വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നോ? ഇല്ലല്ലോ. അപ്പൊ അവിടെ കുറെ ഇതും കൊണ്ട് പോകേണ്ട ഒരാവശ്യമില്ല. അത് ഒരേ ഒരു ആവശ്യമേ അതിനകത്തുള്ളൂ. എന്താണ്? അത് പ്രശ്നം ഉണ്ടാക്കാം. അവിടെ ഇത് ചെന്ന് എന്തെങ്കിലും കലാകാരം പറയുമ്പോൾ പ്രസ് മീറ്റ് കുളമാവും എന്നുള്ളതാണ്. രണ്ടാമത് നിങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്നില്ല എന്നുള്ളത്. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ സത്യം അത് വേസ്റ്റ് ഓഫ് ടൈം ആണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പോലീസ് സ്റ്റേഷനിൽ ഒരിക്കലും ഒരാൾ കടം കൊടുത്ത വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അറിയാമോ? അത് പിന്നീട് ആ പൈസ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് വേണമെങ്കിൽ പരാതി, ഈ കടം തന്നു, എനിക്ക് എൻ്റെ കടം വാങ്ങിച്ചിട്ട് തിരിച്ചു തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്ത് പോലീസുകാരെ വിളിച്ചിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, 1 മാസം കൂടെ ഒരു സംയമനം ചെയ്ത് വിടുക എന്ന് മാത്രമേ പറയൂ. അത് വേസ്റ്റ് ഓഫ് ടൈമാണ്. അവർ ഓൾറെഡി കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്ന സംഭവമാണ്. അപ്പൊ ഇതൊക്കെയാണ് അതിൻ്റെയൊക്കെ ആൻസറുകൾ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു ആരോപണം, ആ റോബിൻ തന്നെ പറയുന്ന ഒരു ആരോപണമുണ്ട്. ഇതൊക്കെ എന്നെ എന്ത് ചെയ്താണ്, എന്നെ മനഃപൂർവ്വം അല്ലെങ്കിൽ എന്നെ കൊണ്ട് നിർബന്ധിച്ച് എന്നെ ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ച വീഡിയോ ആണല്ലോ നിങ്ങൾ എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ച വീഡിയോ എന്ന് റോബിൻ ഇതുവരെ പറഞ്ഞത്. ഈ ഒരു വീഡിയോ കൂടി പുറത്തു വന്നതിന് ശേഷം റോബിൻ ഇനി അങ്ങനെ പറയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ അങ്ങനെ ഇടാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ ഇവിടെ വെച്ച് തരാം. ഈ ഒരു വീഡിയോയുടെ ഈ ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ചെറിയ ഭാഗം ഞാൻ വെച്ച് തരാമേ. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, സുവിധ വിൽബ്രോ ആണ്. ഇന്ന് മെയ് 18 അപ്പം നമ്മൾ തമ്മിൽ ഓൾറെഡി ഈ സെറ്റിൽമെന്റിന്റെ കാര്യം സംസാരിച്ചിരുന്നു, എമൗണ്ടും സംസാരിച്ചിരുന്നു. അപ്പം അതെ, 20-ാം തീയതി പറഞ്ഞിരുന്നു. അപ്പൊ 5 lakhs ഓൾറെഡി കൊടുത്തു. ഇനി ബാലൻസ് ഉള്ളത് 40 ലക്ഷം രൂപയാണ്. അതില് ഈ വരുന്ന മെയ് 28-ാം തീയതി അന്ന് 5 ലക്ഷം രൂപ, ജൂൺ 5-ാം തീയതി അന്ന് ബാലൻസ് 5 ലക്ഷം രൂപ, ജൂൺ 10-ാം തീയതി അന്ന് 5 ലക്ഷം രൂപ. അപ്പൊ ടോട്ടല് 20 ലക്ഷം രൂപ അന്ന് ക്ലിയർ ചെയ്യും. അത് ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഈ ഒരു വീഡിയോ പുള്ളി പറയുന്നതനുസരിച്ച് എന്താണ്, പുള്ളി പറയുന്നതനുസരിച്ച് ഇത് പുള്ളിയെ ത്രട്ടൺ ചെയ്ത് ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ചതാണ് എന്നുള്ളത്. ഈ വീഡിയോ ചെയ്ത് ഇതാണ് നമ്മൾ കണ്ട വീഡിയോ, അവര് പബ്ലിക് ആയ വീഡിയോ. ഇന്നലെ അവിടെ പ്രസ് മീറ്റിൽ അവർ മറ്റൊരു വീഡിയോ കൂടി പബ്ലിക് ആയി. അതായത് ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഡോക്ടർ സ്വയമേ മറ്റൊരു വീഡിയോ കൂടി ചെയ്തു. ആ വീഡിയോ നിങ്ങൾ ഒന്ന് കാണണമേ, ഞാനിവിടെ വെച്ചുതരാം. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, സുവിധ വിൽബ്രോ. ഇന്ന് മെയ് 18. അപ്പൊ എന്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ഇമ്മ്യൂണോ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓൾമോസ്റ്റ് 200 mg 5 ലക്ഷം രൂപ ആവുന്നുണ്ട്.
അപ്പൊ എന്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ 2 ലക്ഷം രൂപ ഷോർട്ടേജ് ആണ്. എനിക്ക് 1 രൂപ വേണം. അപ്പം തോന്നുകയാണെങ്കിൽ മാത്രം ഇന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാനത് വന്നിട്ട് വ്യാഴാഴ്ച തന്ന് ഈവനിങ് 4 മണിക്കകത്ത് 1 ലക്ഷം രൂപ മാറ്റമില്ലാതെ ഞാനത് തിരിച്ചു കൊടുക്കാം. ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. മനുഷ്യത്വമുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. വ്യാഴാഴ്ച, അതായത് ഈ വരുന്ന വ്യാഴാഴ്ച, ഇന്ന് മെയ് 18 അത് കഴിഞ്ഞിട്ടുള്ള ഈ വരുന്ന വ്യാഴാഴ്ച തന്ന് 1 ലക്ഷം രൂപ ഞാൻ തിരിച്ച് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഹെൽപ്പ് ചെയ്യണം. അവസ്ഥയാണ് ഒരു കാര്യമാണ്. ഞാൻ സത്യം ഇങ്ങനെ ചോദിക്കുന്നത് തന്നെ എനിക്കൊരു ഭയങ്കര വിഷമം തോന്നുന്നു. ലേശ ഉളുപ്പ്. ഇത് മനസ്സിലായി നിങ്ങൾക്ക്? ആ സമയത്ത് ആ ഒരു വീഡിയോ ഇട്ട് പറയണേ ഇത്ര രൂപ എനിക്ക് കൊടുക്കാനുണ്ട്, ഇന്ന സമയത്ത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം വീഡിയോ ഇട്ടല്ലോ. അതിനെയാണ് നമ്മൾ ഈ പറയുന്ന ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നത്. ഇതിന് തൊട്ടടുത്ത നിമിഷം അവനോട് പോലും പറയാതെ പറയാണ് എനിക്ക് വീണ്ടും 2 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, അതിൽ 1 ലക്ഷം രൂപ എനിക്ക് തരണം. വീണ്ടും പറയാം. അപ്പോൾ അവൻ അവിടെ തമാശയോടെ എന്തേടാ നീ പറഞ്ഞപ്പോൾ അപ്പൊ ഇവർ തമ്മിൽ ഭയങ്കര സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതും ഭീഷണിപ്പെടുത്തിയിട്ടതാണോ എന്ന് പറയേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു സംഭവം ഇങ്ങോട്ട് ഇനി ആരും പറയാതിരിക്കുകയാണ് നല്ലത്. ഇനിയാണ് അടുത്ത വിഷയം. ഈ കാണുന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ നിങ്ങൾക്ക് വെച്ച് തരാം. മുഹമ്മദ് ഷഷാദ് എന്ന് പറയുന്നതാണ് ഇവന്റെ പേര്. ഇവൻ ഈ പറയുന്ന പൊടിയെ ഫോളോ ചെയ്തിട്ടുണ്ട്. പൊടിയുടെ ഫ്രണ്ടാണ് എന്ന് പറയുന്നത്, ഫുട്ബോളറാണ്. ഈ പറയുന്ന മോഡൽ എന്തൊക്കെയാണ് അവൻ കൊടുത്തിരിക്കുന്നുണ്ട്. ഹീസ് ഗിവിങ് മീ മണി, അതായത് അവന് കൊടുത്തിരിക്കുകയാണ്, അവനാണ് എനിക്ക് പണം തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ബ്രോ ദേ ഹാവ് ട്രാൻസ്ഫേർഡ് ഇൻ ടു മൈ ബാങ്ക് അക്കൗണ്ട്, നെഫ്റ്റ് ആണ് ചെയ്തത്, വിൽ ട്രാൻസ്ഫർ ഇൻ. പിന്നീട് വേറൊരു മുഖം, അതായത് ആക്സിഡന്റ് പറ്റില്ല. അബിൽ ദേവ് റോയി ഐ അറ്റാക്ട് ടു കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. അതിൽ അതായത് യവനോട് പറഞ്ഞിരിക്കുന്നത് അബിൽ ദേവ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലുള്ളതാണ്, അവൻ നിനക്ക് എനിക്ക് പൈസ തരും, ആ പൈസ നിനക്ക് തരാമെന്ന്. മനസ്സിലായോ? ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ മെസ്സേജ് അയക്കണം. മരണ വീട്ടിലാണ്, വിളിക്കാം അറ്റ് തൃശ്ശൂർ, പൊഴി ഫാദറിന്റെ സിസ്റ്റർ പാസ്ഡ് അവേ എന്ന് പറഞ്ഞിട്ടുള്ള കുറെ ഒരു സാധനം. പിന്നെ ചെക്ക് ദിസ് ഈസ് മൈ ബ്രാൻഡ് അംബാസിഡർ കോൺട്രാക്ട് ഫോർ 5 years, ഈച്ച് ഇയർ 75 lakh കിട്ടും ഓരോ വർഷവും. 75 ഈ പൈസ എന്റെ പൈസ എന്ന ഡേറ്റ് പറഞ്ഞ് പറ്റിച്ചു, എത്ര തവണ തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു എന്നുള്ളതാണ് അവൻ ചോദിക്കുന്നത്. ഇത് നോക്കണേ, ചോച്ചു എന്നാണ് അവനെ പേര്. ചോച്ചു ഞാൻ ക്യാഷ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഹവാല ക്യാഷാണ്. ദേ ആർ കമ്മിങ് ഫ്രം കാലിക്കറ്റ്, ക്യാഷ് കിട്ടിയ ഉടനെ തരാമെന്ന്. പ്ലീസ് ബ്രോ ഡോണ്ട് ഡു ഡ്രാമ സംതിങ് അഗെയിൻ ടു മീ ആസ് പെർ. ഇവൻ വീണ്ടും പറയാം എന്നെ വീണ്ടും പറ്റിക്കരുത് എന്നുള്ള രീതിയിൽ. ഇവൻ കുറെ അറബികളുടെയും സംഭവമൊക്കെ ഈ പുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈ ഇൻവെസ്റ്റർ വിൽ ഗീവ് മണി ഓൺ മൺഡേ, കൈൻഡ്ലി പ്ലീസ് വെയിറ്റ് ഫോർ 2 days പ്ലീസ്, റിക്വസ്റ്റ് ആണ്. എല്ലാവരും ഇയാൾക്ക് വെയിറ്റ് ചെയ്തില്ല, ജസ്റ്റ് 2 days പേപ്പർ വർക്കാണ് ആൾട്ടാ. ഇത് തന്നെയാണ്, ഇതേ പാറ്റേൺ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന നമ്മുടെ നമ്മുടെ അബിൽ ദേവിന്റെ അടുത്ത്. ഈ പുള്ളി പറയുന്നത് ഇങ്ങനെയാണ്, പൈസ തരാനുണ്ട്. ഇപ്പം മറ്റവന്റെ അടുത്ത് അബിൽ ദേവ് തരുന്നു, ഇവന്റെ അടുത്ത് മറ്റവൻ തരുമെന്ന് പറയുന്നത്. ഈ പുള്ളിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു എന്താ പറയുന്നത്, ഒരു റോളിംഗ് ആയിരുന്നു. ഇവിടെ നിന്ന് വാങ്ങിച്ച് അവിടെ കൊടുക്കുക, അവിടെ നിന്ന് വാങ്ങിച്ച് ഇവിടെ കൊടുക്കുക എന്നുള്ള തരത്തിലുള്ള ഇന്ന് കിട്ടൂലേ ഏതാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറുക്കൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയുണ്ട് ഇന്നും കിട്ടൂല, വിൽ ഇൻഫോം യു ഓൺസ് ബിഫോർ ട്രാൻസ്ഫർ. ഇനി ഇയാൾ പറയട്ടെ ഇത് AI ആണെന്ന്. ദുബായ് പ്രസ് മീറ്റ് എലോങ് വിത്ത് മൈ ഫോൺ. ഇനി ബാക്കിയുള്ള പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് പുള്ളി ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത് പുള്ളി ഇപ്പൊ വേറൊരു സാധനം കൂടി പോകുന്നത്. അതാണ് തെറിവിളി കേട്ടോ, പൂര തെറിവിളി കേട്ടോ. എന്റെ ചെച്ചു, നീ എന്താ പറയാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എടേ, ഞാൻ ആക്ച്വലി നിന്നെ സത്യം പറയില്ല, ഞാൻ നിന്നെ കോൺടാക്ട് ചെയ്ത് പോലും നിന്നോടുള്ള ഒരു ബന്ധം കൊണ്ടാണ്. മനസ്സിലായില്ലേ? നീ ചെയ്തെന്ന ഹെൽപ്പ് തന്നെയാണ്. മയിരെ കണ്ണിക്കണ്ടവന്മാർക്ക് ഫണ്ട് കൊടുത്തതിനാണ് ഞാൻ തിരിച്ചെത്തിച്ചാണ്. അത് തിരിച്ചെന്നിട്ട് നിരുള്ള പണി ഞാൻ തരോടാ. നിനക്ക് നീ എന്താ വിളിച്ച വിചാരിച്ചതിനെ പറ്റി? തന്തയ്ക്ക് വർത്തത് പൂർണ്ണമോനെ താളി ഉണ്ടച്ചോനെ, നിനക്കുള്ള പണി മൊത്തം ഞാൻ തരോടാ. നീ എന്റെ കൂടെ കളിച്ച ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് ഓരോരുത്തന്മാർക്ക്. എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് എല്ലാവരും ഞാൻ പണി കൊടുത്തു. ഇനി അടുത്ത നീയാണ് ശരിക്ക് തരടാ. ഞാൻ എല്ലാവർക്കും പണി കൊടുത്തിട്ടുണ്ട്, കുറെ തള്ളക്കി വിളിക്കുന്നു. ഇനി അടുത്ത പണി നിനക്കാണ്. അതായത് ഞാൻ പലർക്കും ക്യാഷ് കൊടുത്തവൻ തിരിച്ചു തരാത്തതുകൊണ്ടാണ് എനിക്ക് ഈ ഡിലേ വന്നത്. നീ എൻ്റെ അടുത്താണോ കളിക്കുന്നത്? ഞാൻ ഒരുപാട് പേർക്ക് പണി കൊടുത്തിട്ടുണ്ട്, അടുത്ത പണി നിനക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളക്കി വിളിക്കുകയാണ്. ഒരു വിഷമഘട്ടത്തിൽ സഹായിച്ചൊരുവനാണ്. എപ്പോഴും നമ്മൾ പറയും സുഹൃത്തുക്കൾ തമ്മിൽ പണ ഇടപാട് പാടില്ല എന്ന് നമ്മൾ എപ്പോഴും പറയും. ഒരിക്കൽ കൊടുത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. പണം എല്ലാവർക്കും ആവശ്യമാണ്, എനിക്കും ആവശ്യമുണ്ട്, അവനും ആവശ്യമുണ്ട്. ഒരിക്കൽ ഡേറ്റ് മാറി വരുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരുടെ അടുത്ത് കയർക്കും. മനസ്സിലായോ? അപ്പം നമ്മൾ വാങ്ങിച്ചവരെന്ത് ചെയ്യണം? അത് ആ ഒരു രീതിയിൽ എടുക്കണമെന്നുള്ളതാണ്. മനസ്സിലായോ?
അവിടെ ചെന്ന് ഇതേ രീതി തന്നെയാണ് അമൽദേവിൻ്റെ കേസും. അമൽദേവിൻ്റെ അമ്മ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ നിരന്തരം വിളിക്കുന്നു. പിന്നീട് അമൽദേവ് പറയുന്നു, ഞാൻ അമ്മ ഹോസ്പിറ്റലാണ്, എനിക്ക് ഇപ്പോഴും പൈസ ഒന്നും തരാം. ഇപ്പോഴാണ് അമൽദേവ് ഫോൺ എടുത്തില്ല. അപ്പോൾ ലക്ഷ്മിയാണ് എന്ന് പറയുന്നത്, ഹോസ്പിറ്റലാണ്, ഫോൺ എടുക്കാൻ പറ്റത്തില്ല, അയ്യോ പാവം, അയ്യോ എന്താണ്, അപ്പോൾ മരിച്ചുപോയെന്ന് അറിയുന്നു, ഞാൻ അവിടെ വരണമെന്നൊക്കെ പറഞ്ഞ് അതേ അമൽദേവിൻ്റെ അമ്മയ്ക്കാണ് ഒരു മകനും കേട്ടുകൊണ്ടിരിക്കാൻ പറ്റാത്തൊരു തെറി വിളിച്ചത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയേണ്ടതായിട്ട് വരുമെന്നുള്ളത്. ഒരു കാലത്ത് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ്, പക്ഷേ അടിമയല്ല, 5 പൈസ വാങ്ങിച്ചിട്ടല്ല പലരും അന്നൊക്കെ എന്താണ് ഈ പറയുന്ന സപ്പോർട്ട് ചെയ്തപ്പോൾ നീയൊക്കെ PR ആണെന്ന് പറഞ്ഞില്ലേ. ഇപ്പം മനസ്സിലായല്ലോ, PR ആയിരുന്നുവെങ്കിൽ എനിക്കിപ്പോൾ തുറന്നൊരു അക്ഷരം ഉണ്ടാവില്ല. ഒരു 5 പൈസ ഇതുവരെ ഒറ്റ മനുഷ്യരെ നിന്ന് വാങ്ങാതെ നമ്മൾ ഓരോ റിവ്യൂ ചെയ്യുന്നത് എന്നുള്ളത്. ഒരു വീഡിയോ കൂടി കാണിച്ചാൽ മതി, ചിരിക്കാനുള്ള ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. അയക്കാണ്. എനിക്ക് ആ 2 ലക്ഷത്തിന് ചോദിച്ചിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുമ്പോൾ വൈകുന്നേരം അയക്കാം. ബ്രോ മീറ്റിംഗ് കഴിഞ്ഞു, മീറ്റിംഗ് എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു. ഞാൻ ഇവരുടെ കൂടെ ഇപ്പൊ ഡൽഹിയിൽ പോവുകയാണ്, ഡൽഹിയിൽ നിന്ന് തജിക്കിസ്ഥാനിലേക്ക് പോവുകയാണ്. അപ്പൊ തജിക്കിസ്ഥാനിൽ പോയിട്ട് അവിടുന്ന് എഗ്രിമെന്റ് കാര്യങ്ങളെല്ലാം സൈൻ ചെയ്ത് ഈ വീക്കില് എന്ന് വെച്ചാൽ വെനസ്ഡേ ഓർ തേഴ്സ്ഡേ ഫണ്ട് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പം ബ്രോവിന് അത് കംപ്ലീറ്റ് എമൗണ്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്തേക്കാം, അക്കൗണ്ട് വഴിയാണ്. ഓക്കെ, അപ്പൊ ഫൈനലി എന്റെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളെല്ലാം തീരെയാണ് ബ്രോ, ഓൾമോസ്റ്റ് എല്ലാം. ഓക്കെ, സോ ഞാൻ തജിക്കിസ്ഥാനിലേക്ക് പോവാം. ഇന്നിപ്പോ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോവാൻ, ഡൽഹിയിൽ നിന്ന് തജിക്കിസ്ഥാനിലേക്ക് പോവാൻ. അവിടെ എഗ്രിമെന്റ് കാര്യങ്ങളെല്ലാം അവിടെയാണെന്ന് പറഞ്ഞു. അപ്പൊ അതെല്ലാം സൈൻ ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ്ലി വെനസ്ഡേ ഓർ തേഴ്സ്ഡേ കംപ്ലീറ്റ് എമൗണ്ട് കിട്ടും. അപ്പം ബ്രോന് എമൗണ്ട് അല്ല ഇത്രയും വരെ വെയിറ്റ് ചെയ്തില്ല, ഇനി കുറച്ച് ദിവസം കൂടെ, 4 ദിവസം കൂടെ ഉള്ളു, തീർന്നു, കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. ഓക്കെ, അപ്പം പോയിട്ട് ഒരു ഓൾ ദി ബെസ്റ്റ് കൂടെ പറയാം ബ്രോ, കംപ്ലീറ്റ് തീരെയാണ്. ഇവരുടെ കൂടെയാണ്. അപ്പൊ ഇന്നിപ്പം ഇവര് പറഞ്ഞു തജിക്കിസ്ഥാനിലേക്ക് പോകണമെന്ന്, കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോകണം, അവിടെ വന്ന് എനിക്ക് പണം കിട്ടുമെന്ന്. അപ്പൊ ഇതും സത്യം പറഞ്ഞാൽ ഒന്നാന്തരം കള്ളമായിരുന്നു എന്ന് പിന്നെ തെളിയിച്ചു എന്നുള്ളതാണ്. പുള്ളി എവിടെയെങ്കിലും പോയിട്ടില്ല, പുള്ളി ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതുപോലെ പറ്റിച്ച് എന്തിനാണ് ഈ പുള്ളി ഇത്രയും പണം വാങ്ങിച്ചു കൂട്ടി? എനിക്കിതിനകത്ത് മറ്റൊരു സംശയം, നിങ്ങളിതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഈ പുള്ളി എല്ലാവരുടെ പറയുന്നത് 1 ലക്ഷം താ, നാളെ ആകുമ്പോൾ ഞാൻ 1.25 തരാം, അല്ലെങ്കിൽ 2 ലക്ഷം താ, നാളെ ആകുമ്പോൾ 2.5 തരാം. ഇതിൽ തന്നെ 4 ലക്ഷം താ, ഞാൻ 2 ദിവസം കഴിയുമ്പോൾ പിറ്റേ ദിവസം 4,25,000 തരാം. അപ്പൊ ഇങ്ങനെ കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ പണം കണ്ടിട്ടാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പലിശ കണ്ടിട്ടാണോ ഇവർ കൊടുത്തത്? നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ എന്തിന് ഇത്രയും പണം കൊണ്ട് കൊടുക്കുന്നത് എന്നുള്ളത്. ഇത്രയും പണം എന്തിനാ കൊടുക്കുന്നത്? ചിലപ്പം പല പ്രാവശ്യവും 1 ലക്ഷം വാങ്ങിച്ചിട്ട് 1.10 അല്ലെങ്കിൽ 2 ലക്ഷം വാങ്ങിച്ചിട്ട് 2.20 പിറ്റേ ദിവസം കൊടുത്ത് ഇവർക്കൊരു വിശ്വാസ്യത ഈ പറയുന്ന റോബിനിലേക്ക് വന്നു. അപ്പോൾ വലിയ എമൗണ്ട് ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കും. ഇപ്പോൾ 5 ലക്ഷം വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് 5,25,000 തരാമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഒരു പണം കിട്ടയില്ലേ, 25,000 രൂപ പലിശ കിട്ടുന്ന പറഞ്ഞ് കൊടുക്കും. 2 ദിവസം കൃത്യമായിട്ട് തരും. ആ എമൗണ്ട് ആദ്യം 1 ആയിരിക്കും, 2 ആയിരിക്കും, കൃത്യമായിട്ട് തിരിച്ചു തരുന്നു, പലിശ ഉൾപ്പെടെ തിരിച്ചു തരുന്നു പറയുമ്പോൾ എമൗണ്ട് കയറ്റി. അത് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അത് ചെറിയ എമൗണ്ട് ആയിരിക്കും. അവർക്ക് അത്യാവശ്യം കൂടുമ്പോൾ അവർ 1000 രൂപ വാങ്ങിച്ചിട്ട് വൈകുന്നേരം വരുമ്പോൾ 1,250 തരും, പിന്നെയും ആദ്യം അങ്ങനെ, പിന്നെ 2000 വാങ്ങും, പിന്നെ അതും കിട്ടാതെ വരുമ്പോൾ പിന്നീട് 5000 തന്നു കഴിഞ്ഞാൽ 10,000 ആയിട്ട് അത്രയ്ക്ക് പിന്നെ പൈസയുടെ ആവശ്യം. എങ്ങനെയെങ്കിലും പണം കിട്ടിയപ്പോൾ ആരെങ്കിലും വലിപ്പിച്ചോ, ആരെങ്കിലും മലത്തിയിട്ട് എനിക്ക് പണം കിട്ടിയേ പറ്റുള്ളൂ എന്നൊരു അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള സാധനം. ഇതിങ്ങനെ വാങ്ങിച്ച് തിരിച്ചു കൊടുക്കുമ്പോൾ അതിനുള്ള ഒപ്പം എന്ത് ചെയ്യണം? നമുക്ക് വരുമാനം കൂടിയാണ്. വരുമാനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഇവൻ്റെ 1 ലക്ഷം 4 ലക്ഷം രൂപ വാങ്ങുന്നു, 2 ദിവസം കഴിഞ്ഞ് അവന് കൊടുക്കണം. വേറെ തന്നെ 5 ലക്ഷം വാങ്ങും. അവനെ 5 ലക്ഷം വാങ്ങിയിട്ട് 4 ലക്ഷം വാങ്ങിച്ചിട്ട് ഇവന്റെ എന്താണ്, ഇവന്റെ പറഞ്ഞിട്ടുണ്ടല്ലോ 2 ദിവസം കൊടുക്കാന്ന്. 4 ലക്ഷം വാങ്ങി മറ്റവൻ്റെ 5 ലക്ഷം വാങ്ങും. എന്നിട്ട് ഇവനെ തിരിച്ചു കൊടുക്കുന്ന സമയമാകുമ്പോൾ അവൻ്റെ 25,000 കൂടി കൊടുത്ത് ഇവന് കൊടുക്കും. അപ്പൊ ഇവന് 4,25,000 ആയി. പക്ഷെ അവൻ്റെ കിടക്കുന്ന 5 ലക്ഷം രൂപ വാങ്ങിച്ച് കിടക്കേട്. 2 ദിവസം കഴിയുമ്പോൾ ഈ കൊടുത്തില്ലേ 4 ലക്ഷം, അവൻ്റെ വീണ്ടും ഒരു 6 ലക്ഷമായിട്ട് വാങ്ങുന്നു. ഈ 6 ലക്ഷമായിട്ട് വാങ്ങിയിട്ട് നേരത്തെ വാങ്ങിച്ചവൻ 5 ലക്ഷവും ഒരു 25,000 രൂപ ഒരു കൂടി കൊടുത്ത് അവന് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ അവന് സാറ്റിസ്ഫാക്ഷൻ, എനിക്ക് 5 ലക്ഷം ഞാൻ കൊടുത്തു, എനിക്ക് 25,000 രൂപ കൂടി കൂടുതൽ കിട്ടി. അപ്പൊ അടുത്ത തവണ ഒരു 10 ലക്ഷമായിട്ട് ചോദിക്കുക, ഇവൻ എടുത്തങ്ങ് കൊടുക്കും. കാരണം എനിക്ക് 2 ദിവസം കിട്ടില്ല, കൃത്യമായിട്ട് തന്നുകൊണ്ടിരിക്കുകയല്ലേ. അവിടെയാണ് പണി പറ്റിയത്. അല്ലെ ഞാനത് വിട്. എന്തായിരുന്നു നിങ്ങൾക്ക് ഇത്ര ആവശ്യം? ആ ബിഗ് ബോസിന് ആ സമയത്തുണ്ടായിരുന്ന എന്ത് ലക്ഷങ്ങൾ കിട്ടി, എന്തുമാത്രം പിന്നെ ആഗ്രേഷൻസ് കിട്ടി, എന്തുമാത്രം പൈസ, എന്തുമാത്രം നിങ്ങൾക്ക് പിന്നെ പ്രൊമോഷൻസ് കിട്ടി, എന്തുമാത്രം ഇന്റർവ്യൂസ് നിങ്ങൾ ചെയ്തു, എന്തുമാത്രം ബ്രാൻഡ് അംബാസഡർ, എന്തുമാത്രം പണമൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഒരു ദൂരത്തിനൊക്കെ ഒരു പരിധിയില്ലടേ. എന്തോന്നാണിത്? എന്തെല്ലാം കള്ളങ്ങളാണ് റോബിൻ നിങ്ങൾ പറയുന്നത്. എന്തെല്ലാം തുടക്കം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മയെ നമ്മൾ എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോഡ് കള്ളങ്ങൾ താങ്കൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ലോഡ് കള്ളങ്ങൾ. അതൊക്കെ ആൾക്കാർ മറന്നു എല്ലാവരും മറന്നു. വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
എനിക്കറിഞ്ഞൂടെ ഇത് എവിടെ പോയി. ഇനി ആരൊക്കെ വരാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് എടുക്കണം. ജയ് ഹിന്ദ്.